നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസിന്റെ ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അതിന് ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ കോൾസ് ഫോർ സീസ് ഫയർ ഇൻ ഗാസ ഡ്യൂറിംഗ് ദ റംസാൻ മന്ത്സ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിക്കിൾ ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 GS പേപ്പർ 2 വരുന്ന ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും എക്സാമിന്റെ വ്യൂ പോയിന്റിൽ ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് അല്ലെങ്കിൽ പോയിന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു യുദ്ധം, ആ ഒരു പ്രശ്നത്തിൽ റംസാൻ മാസം, ഇപ്പൊ നമ്മൾ റംസാന്റെ ഒരു മാസമാണല്ലോ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് താൽക്കാലികമായിട്ട് ഒരു സീസ് ഫയർ സ്റ്റോപ്പേജ് കൊണ്ടുവരണം എന്നുള്ളതാണ് UNSC ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും എക്സാമിന്റെ വ്യൂ പോയിന്റിൽ നമ്മൾ പഠിക്കാനായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസിൽ, പ്രിൻസിപ്പൽ ഓർഗൻസിൽ വൺ ഓഫ് ദം ആണ്. ഇതെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യുണൈറ്റഡ് നേഷൻസിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഓർഗൻസ് ഒക്കെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1945 1945 എന്ന് പറയുമ്പോൾ ആ വർഷം വെച്ച് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ആ ഒരു ടൈം പീരീഡ് ആണ്. കാരണം ആ ഒരു ടൈം പീരീഡിലാണ് ലോക രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഒരു ആവശ്യം വരുന്നത്, ഇനി ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് ലോകമെമ്പാടും പോകരുത്, അതിന് പകരം ലോകത്തെമ്പാടും ഈ പറഞ്ഞ പോലെ സമാധാനം നിലകൊള്ളണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വരികയാണ്. സോ ആ ഒരു സമാധാനം, ആ ഒരു പീസ് അപ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ച ഒരു ബോഡിയാണ് തീർച്ചയായിട്ടും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് 6 മെയിൻ ഓർഗൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻക്ലൂഡിംഗ് ദ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ. സോ ആ ഒരു സമാധാന ചർച്ചയുടെ ഒക്കെ ഭാഗമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ചാർട്ടർ ഒക്കെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ ചാർട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് 6 പ്രധാനപ്പെട്ട ഓർഗൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് 6 ഓർഗൻസ് എന്നുള്ള കാര്യം. സോ അതിൽ ഒരെണ്ണമാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ UNSCയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇസ് ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. പേര് പോലെ തന്നെ ഇന്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രധാന ഉത്തരവാദിത്തമായിട്ട് പറയേണ്ടത്. സോ അണ്ടർ ദ ചാർട്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ആർ ഒബ്ലിഗ് ടു കംപ്ലൈ വിത്ത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഡിസിഷൻസ്. അതായത് ഈ 6 യുണൈറ്റഡ് നേഷൻസിന്റെ മെയിൻ ഓർഗൻസ് എന്ന് പറഞ്ഞല്ലോ, അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യമുണ്ട്. മറ്റ് ഓർഗനൈസേഷനേക്കാളും ഈ UNSCയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ UNSC എടുക്കുന്ന തീരുമാനങ്ങൾ അതിന്റെ മെമ്പർ നേഷൻസ്, അതായത് UNന്റെ മെമ്പർ സ്റ്റേറ്റ്സിന്മേൽ ബൈൻഡിങ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാക്കിയുള്ള ഓർഗൻസിന്റെ കാര്യത്തിലൊക്കെ മിക്കപ്പോഴും റെക്കമെൻഡറി നേച്ചർ പോലെയൊക്കെയാണ് പലപ്പോഴും ആക്ട് ചെയ്യാറുള്ളത്. പക്ഷേ UNSC എടുക്കുന്ന തീരുമാനം തീർച്ചയായിട്ടും എല്ലാ UN മെമ്പേഴ്സും എന്ത് ചെയ്തിരിക്കണം, അത് അംഗീകരിക്കണം, അത് ഈ പറഞ്ഞ നടപ്പാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ഉദ്ദേശമായിട്ട് പറയുന്നത്. കാരണം അത് സമാധാനവും അതേപോലെ സെക്യൂരിറ്റിയും കീപ്പ് അപ്പ് ചെയ്യേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് കുറേയധികം പ്രാധാന്യം ലോകരാജ്യങ്ങളെല്ലാവരും തന്നെ കൊടുക്കാറുണ്ട്. സോ ദ സെക്യൂരിറ്റി കൗൺസിൽ ടേക്സ് ദ ലീഡ് ഇൻ ഡിറ്റർമൈനിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ത്രെറ്റ് ടു ദ പീസ് ഓർ ആക്ട് ഓഫ് അഗ്രഷൻ. ഏതെങ്കിലും രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ സമാധാനത്തിനെ തകർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആക്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ട് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ പൊതുവിൽ ആക്ട് ചെയ്യാറുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ യുണൈറ്റഡ് നേഷൻസിന്റെ 6 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്. ഒന്ന് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി, 2 നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ, മൂന്നാമതാണ് യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആൻഡ് ദ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആൻഡ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. പിന്നെ ഈ പറഞ്ഞ UN സെക്രട്ടേറിയറ്റ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഫൗണ്ട് ഔട്ട് ചെയ്ത് 1945 തന്നെയാണ്. UN ചാർട്ടറിന്റെ ഭാഗമായിട്ട് തന്നെ ഫൗണ്ട് ഔട്ട് ചെയ്ത ഓർഗനൈസേഷൻസ് ആണ്. ഇതിനകത്ത് പക്ഷേ UNSCയുടെ നമ്മളിപ്പം പഠിക്കുന്നതും അതിന്റെ ഡിസിഷൻസ് ആണ് മെമ്പർ നേഷൻസിലൊക്കെ തന്നെ ബൈൻഡിങ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട UNSCയുടെ പവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓൾറെഡി നമ്മൾ പറഞ്ഞു പീസ് കീപ്പിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, ഇന്റർനാഷണൽ ലെവലിൽ പറഞ്ഞ പോലെ സാങ്ഷൻ, സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ, മിലിറ്ററി ആക്ഷൻസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത്. ഇതിന്റെ മെമ്പർ നേഷൻസ് പറയുവാണെങ്കിൽ UNSCയിൽ പ്രധാനമായിട്ടും 15 മെമ്പേഴ്സ് ആണുള്ളത്. ഇതിനകത്ത് 5 പെർമനന്റ് നേഷൻസും ബാക്കി 10 പേര് ഈ പറഞ്ഞ പോലെ 2 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടാണ് പലപ്പോഴും ഇരിക്കാറുള്ളത്. ഈ 5 പ്രധാനപ്പെട്ട മെമ്പർ നേഷൻസിന് വിളിക്കുന്ന പേരാണ് P5 കൺട്രീസ് അഥവാ പെർമനന്റ് 5 കൺട്രീസ്. ഇവർ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് യുണൈറ്റഡ് കിങ്ഡം, ചൈന, ഫ്രാൻസ്, റഷ്യ ആൻഡ് US. ഓക്കെ, ഇത്രയും 5 രാജ്യങ്ങളാണ് P5 കൺട്രീസ് ആയിട്ട് അറിയപ്പെടുന്നത്. UK, ചൈന, ഫ്രാൻസ്, റഷ്യ ആൻഡ് US. ഓക്കെ, എന്നാൽ ഇന്ത്യ ഇതിനകത്ത് പെർമനന്റ് മെമ്പർ അല്ല. ഇന്ത്യ പലപ്പോഴും ഈ പറഞ്ഞ 10 മൊത്തം 15 5 പേര് പെർമനന്റും 10 പേര് നോൺ പെർമനന്റ് രാജ്യങ്ങളുണ്ട്. ഈ നോൺ പെർമനന്റിനകത്ത് ഇന്ത്യ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യക്ക് ഒരു പ്രാധാന്യം നൽകണം. കാരണം പലവിധ കാര്യങ്ങളുണ്ട്. ഒന്ന് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്, തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വളർന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ഒരു സൂപ്പർ പവർ കൺട്രി എന്നൊക്കെ വേണം വിശ്വസിക്കാൻ സാധിക്കും. സോ അത്രത്തോളം റെപ്രസെന്റേഷൻ നമുക്ക് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. നമ്മൾ പല ഈ പറഞ്ഞ പോലെ G20 ഒക്കെ ആണെങ്കിലും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യ സ്ഥിരമായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് UNSCയിൽ ഈ ഒരു പെർമനന്റ് 5-നകത്ത് ഒന്ന് അപ്ഡേഷൻസ് വരുത്തി ഇന്ത്യയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, UNSCയിൽ ഈ പെർമനന്റ് 5 കൺട്രീസ് നൽകിയിരിക്കുന്ന ഒരു പവർ ഉണ്ട്, നോൺ ആസ് വീറ്റോ പവർ. അതായത് ആ UNSCയിൽ അവതരിപ്പിക്കുന്ന തീരുമാനങ്ങളിലൊക്കെ തന്നെ ഈ 5 രാജ്യങ്ങൾ P5 കൺട്രീസ് ആരെങ്കിലും എതിർപ്പ് ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ഡിസിഷൻസ് അവിടെ നടപ്പാകത്തില്ല. അതാണ് ആ വീറ്റോ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ആ ഒരു പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടാൻ പലപ്പോഴും വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ഇതിനകത്ത് ആര് തന്നെയാണ്, ചൈനയുടെ ഒരു പ്രസൻസ് പലപ്പോഴും ഇന്ത്യക്ക് ആ ഒരു സ്റ്റാൻഡ് വരാനായിട്ട് ഈ പറഞ്ഞ പോലെ വെല്ലുവിളിയായിട്ട് നിൽക്കാറുണ്ട്. സോ ഇനി ഈ P5 കൺട്രീസിനാണ് വീറ്റോ പവർ ഉള്ളതെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട്
ഇതിനകത്ത് മെമ്പർ കൺട്രീസ് 15 പേരാണ് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് 10 നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട്. അവരിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ഈ 10 നോൺ പെർമനന്റിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റീജിയണൽ ബേസിസിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അതിനകത്ത് 5 പേര് ആഫ്രിക്കൻ കൺട്രീസ് നിന്നായിരിക്കും. പിന്നെ ഏഷ്യൻ കൺട്രീസ് നിന്ന് 3 പേരും ഈ പറഞ്ഞ പോലെ മീൻസ് ഏഷ്യൻ കൺട്രീസിനകത്ത് തന്നെ വരുന്ന ആഫ്രിക്കൻ റീജിയനിൽ ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിലും ഒക്കെ അങ്ങനത്തെ ആയിട്ടാണ് ബാക്കി 5 രാജ്യങ്ങളും കയറി വരുന്നത്. സോ 5 ഫോർ ആഫ്രിക്ക ആൻഡ് ഏഷ്യൻ കൺട്രീസ് എന്നാണ് ഈ പറഞ്ഞ പോലെ 10 നോൺ പെർമനന്റിനകത്ത് 5 ഈ പറഞ്ഞ പോലെ ആഫ്രിക്കനും ഏഷ്യൻ കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ 3 ആഫ്രിക്കയ്ക്കും 2 ഏഷ്യക്കാണ്. പറഞ്ഞ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, സോറി. ഓക്കെ, ആ ഒരു ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, ക്ലാരിഫൈ ചെയ്ത് തരാം. 15 മെമ്പർ നേഷൻസ് ആണ് UNSC നമ്മൾ പറഞ്ഞു. അതിനകത്ത് 5 പേര് പെർമനന്റ് ആണ്, ബാക്കി 10 പേര് നോൺ പെർമനന്റും. ഈ 10 നോൺ പെർമനന്റിനകത്ത് റീജിയണൽ വൈസ് ആണ് ആ സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്ന ഒരു 5 ഈ 10-നകത്ത് ബേസിക്കലി 5 അതിനകത്ത് 3 ബേസിക്കലി ആഫ്രിക്കൻ കൺട്രീസിനും ബാക്കി 2 ഈ പറഞ്ഞ പോലെ ഏഷ്യൻ കൺട്രീസിനുമാണ് ഡിവൈഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊന്ന് പ്രധാനമായിട്ട് ഓർത്തിരിക്കണം, കാരണം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് UPSC പ്രിലിംസിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പറഞ്ഞ പോലെ കോഫി ക്ലബ്ബും അതേപോലെ G4 നേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ഇപ്പൊ നമ്മൾ തൊട്ടും പറഞ്ഞ പോലെ ഇന്ത്യയൊക്കെ തന്നെ വരുന്ന G4 നേഷൻസ് ആണ്. അതായത് UNSCയിൽ ഒരു മാറ്റം കൊണ്ടുവരണം, പെർമനന്റ് മെമ്പേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്പേഴ്സിനകത്തൊക്കെ മാറ്റം കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്ന, ബേസിക്കലി UNSCയിലെ ഒരു റിഫോമിന് വേണ്ടി ആവശ്യപ്പെടുന്ന രാജ്യങ്ങളെയാണ് G4 നേഷൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇവരാരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീൽ, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ, ഈ 4 രാജ്യങ്ങളെ ചേർത്തിട്ടാണ് G4 കൺട്രീസ് അല്ലെങ്കിൽ റിഫോം ആവശ്യപ്പെടുന്ന UNSCയുടെ റിഫോം ആവശ്യപ്പെടുന്ന രാജ്യങ്ങളെന്ന് പറയപ്പെടാറുള്ളത്. എന്നാൽ റിഫോംസ് ഒന്നും തന്നെ ആവശ്യമില്ല, ഇപ്പോഴെങ്ങനെയാണോ UNSC നിൽക്കുന്നത് അതേപോലെ തന്നെ പോയാൽ മതി എന്ന് ആവശ്യപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് കൺട്രീസിനെ വിളിക്കുന്ന പേരാണ് കോഫി ക്ലബ് കൺട്രീസ് ഓർ യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ് കൺട്രീസ് എന്ന് അറിയപ്പെടാറുള്ളത്. ഇതിനകത്ത് ആരൊക്കെയാണ് വരാന്ന് ചോദിച്ചാൽ ഇറ്റലി, സ്പെയിൻ, ഓസ്ട്രേലിയ, കാനഡ, സൗത്ത് കൊറിയ, അർജന്റീന ആൻഡ് പാകിസ്ഥാൻ. ഇപ്പൊ മനസ്സിലായി കാണും പാകിസ്ഥാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ആവശ്യം ഈ പറഞ്ഞ ആ റിഫോംസ് വേണ്ട എന്ന് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അവിടെ പറഞ്ഞ മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് നമുക്ക് പലപ്പോഴും പറയാനായിട്ടൊക്കെ സാധിക്കും. സോ എന്തായാലും ഇങ്ങനെ രണ്ടും ഓർത്തിരിക്കണം, കോഫി ക്ലബ്ബ് റിഫോംസ് വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ രാജ്യങ്ങളുടെ കൂട്ടായ്മയും, ദെൻ G4 നേഷൻസ് ആണ് UNSCയുടെ റിഫോം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കിയിരുന്നേക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യണം. ഇന്നത്തെ എഡിറ്റോറിയൽ പേജിനകത്ത് നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ പഠിക്കാനുള്ള ആർട്ടിക്കിൾ തന്നെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് വാട്ട് ദ റൈറ്റ് ടു ഇക്വാളിറ്റി പ്രോമിസസ്. അപ്പോൾ തീർച്ചയായിട്ടും റൈറ്റ് ടു ഇക്വാളിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാരണം നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-നകത്തെ ടോപ്പിക് തന്നെയാണ്. അവിടെ ഇന്ത്യൻ പൊളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന മെയിൻലി CA അഥവാ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 കുറിച്ചിട്ടാണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി CA 2019 കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിക് പശ്ചാത്തലം ഇത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്ലൈഡിൽ CA 2019 പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നമുക്ക് പഠിച്ചു പോകാം. മെയിൻ ആയിട്ട് ഇതിനകത്ത് ഡീൽ ചെയ്യുന്ന റൈറ്റ് ടു ഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പാർട്ട് 3 വരുന്നതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ നമ്പർ 14 മുതൽ 18 വരെ എഴുതി ചേർത്തിരിക്കുന്ന ഭാഗമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ. സോ ആ റൈറ്റ് ടു ഇക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ പ്രൊവിഷൻസ് നമുക്ക് പരിശോധിക്കണം. അതേപോലെ തന്നെ ആദ്യമേ തന്നെ CA 2019 പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നമുക്ക് പഠിച്ചു പോകാം. സോ ആദ്യമേ തന്നെ കീ ഫീച്ചേഴ്സ് ഓഫ് CA 2019 ആണ്. നമ്മളൊന്ന് നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞത് 2019 കാര്യങ്ങളൊക്കെ വന്നതാണ്, പക്ഷേ കുറച്ച് പ്രതിഷേധങ്ങൾ മൂലം ഇത് ഇത്ര നാളും നടപ്പാക്കാൻ വൈകിയതാണ്. റീസെന്റ് CAയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് ഒക്കെ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ എന്തായാലും സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 1955 പ്രകാരം ഈ പറഞ്ഞ പോലെ 55നെ അടിസ്ഥാനമാക്കി തന്നെയാണ് 2019 CAയും രൂപീകരിച്ചിരിക്കുന്നത്. ഇതിനാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് 3 രാജ്യങ്ങൾ, അതായത് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഡിസംബർ 31, 2014 മുമ്പ് കുടിയേറിയ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏതൊക്കെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാഴ്സീസ് ആൻഡ് ക്രിസ്ത്യൻസ്, ഈ 6 കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഡിസംബർ 31, 2014 മുമ്പ് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായിട്ട് ഒക്കെ തന്നെ കയറിയിട്ടുണ്ടായിരുന്ന മൈഗ്രൻസിന് നമ്മൾ എന്ത് കൊടുക്കാൻ പോവുകയാണ്? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അവാർഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നോർമലി പറയുവാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒക്കെ ആണെങ്കിൽ കിട്ടാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ പറഞ്ഞ പോലെ 11 വർഷമൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അപേക്ഷ കൊടുത്ത ആ ഒരു ടൈം പീരീഡ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 2014 2019 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു 5-6 വർഷത്തിന്റെ ഒരു കാലയളവ് മാത്രമേ കൃത്യമായിട്ട് പറയുന്നുള്ളൂ. സോ എന്തായാലും ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഏതൊക്കെ 3 രാജ്യങ്ങളിൽ നിന്നാണ് CAയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാനാണ്. 6 കമ്മ്യൂണിറ്റീസ് ഉണ്ട്: ഹിന്ദു, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻസ്, പാഴ്സി ആൻഡ് ക്രിസ്ത്യൻസ്. ഓക്കെ, ഈ 6 കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കാണ് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് കയറി വരുന്ന സമയങ്ങളിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ഇല്ലാതെ അല്ലെങ്കിൽ വിസ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കാലയളവിലാണ് നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് ബേസിക്കലി അറിയപ്പെടുന്നത്. സോ എന്തായാലും ഇതാണ് CAയുടെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ റൈറ്റ് ടു ഇക്വാളിറ്റി
സോ റൈറ്റ് ടു ഈക്വാലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ്, പാർട്ട് 3 ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് ഡീൽ ചെയ്യുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾസിലൊക്കെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് ഇൻ ദ സൊസൈറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇതിനകത്ത് നമ്മൾ റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 14 ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് ടു ഇക്വാളിറ്റിക്ക് ഉടനീളം പറയുന്നതാണ് ഡിസ്ക്രിമിനേഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിമിനേഷൻ ഷുഡ് നോട്ട് ബി ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഈ ഒരു കാരണത്താൽ ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അബ്സല്യൂട്ട് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാരണം സ്റ്റേറ്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾക്കും ഗേൾസിനും അതേപോലെ വുമൻസിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് പ്രത്യേകമായിട്ടുള്ള സ്കീമുകളും പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഡിസ്ക്രിമിനേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനകത്ത് റൈറ്റ് ടു ഇക്വാളിറ്റിക്ക് അത് കൃത്യമായിട്ട് അതൊരു അബ്സല്യൂട്ട് റൈറ്റ് അല്ല. ഗവൺമെന്റ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ചില സെക്ഷൻസിന് ഈ പറഞ്ഞ പോലെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രത്യേകമായുള്ള പരിഗണനകൾ കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. അതുകൊണ്ട് ഇതൊന്നും അബ്സല്യൂട്ട് റൈറ്റ്സ് അല്ല. ഇതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, റീസണബിൾ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സ്റ്റേറ്റിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 14 പറയുന്ന കാര്യമാണ്, ദാറ്റ് ഈസ് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വായിക്കുമ്പോൾ ഈ രണ്ട് ടേംസ് ആണ്, ഈക്വാലിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകളാണ്. വായിക്കുമ്പോൾ രണ്ടും ഒന്നാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം, പക്ഷേ രണ്ടിനകത്തും രണ്ട് അർത്ഥങ്ങളാണ് ബേസിക്കലി നമ്മളോട് പറഞ്ഞു നൽകുന്നത്. ഇത് ആർട്ടിക്കിൾ 14 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ പ്രൊവിഷൻ മാൻഡേറ്റ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ, മീൻസ് എനി പേഴ്സൺ എന്ന് പറയുമ്പോഴേക്ക് ഇവിടെ ഇന്ത്യൻസിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അല്ല, ഇത് ഇന്ത്യൻസിനും വരാം, അതേപോലെ തന്നെ ആർക്കും വരാം, ഫോറിനേഴ്സിനും. ഓക്കെ, എനി പേഴ്സൺ ആണ്. അപ്പം ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺസിനും ഫോറിനേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇന്ത്യൻസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നമ്പർ 15, 16, 19, 29, 30. ഈ 5 ആർട്ടിക്കിൾസ് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. ബാക്കിയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ തന്നെ ആർക്കും കൂടെ അവൈൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇന്ത്യയിൽ വരുന്ന ഈ പറഞ്ഞ പോലെയുള്ള ഫോറിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ റൈറ്റ്സ് കിട്ടും എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ഫോറിനേഴ്സും കൂടെ ആപ്ലിക്കബിൾ ആണ്. സോ എനിവേ ആർട്ടിക്കിൾ 14 ഇത് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ എന്ന് പറഞ്ഞിരിക്കുന്ന കാരണം ഇന്ത്യൻസിന് മാത്രമല്ല ഫോറിനേഴ്സിനും ഈ റൈറ്റ് കിട്ടാനായിട്ട് സാധിക്കും. ടു എനി പേഴ്സൺ ഈക്വാളിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. വിത്തിൻ ദ ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ ഈ പറഞ്ഞ പോലെ എനി പേഴ്സൺ എന്തിനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്, ഈക്വാളിറ്റി ഫോർ ലോയ്ക്കും അതേപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയ്ക്കും അവകാശമുണ്ട്. Then this right is extended to citizens, foreigners as well as legal persons such as companies എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനിയാണ് നമ്മൾ ആ ടോപ്പിക്കിലേക്ക് കിടക്കുന്നത്, എന്താണ് ഈക്വാലിറ്റി ബിഫോർ ലോയും എന്താണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. സോ ആദ്യമേ തന്നെ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്, ബ്രിട്ടനിൽ നിന്നാണ്, UK നിന്നുമാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ. അതായത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് അതീതമായിട്ട് ആരുമില്ല, എല്ലാവരും നിയമത്തിന് മുമ്പിൽ ഈക്വൽ ആണ് എന്ന് പറയുന്നതാണ്. ഇറസ്പെക്റ്റീവ് ഓഫ് ദർ വെൽത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് ഈ പറഞ്ഞ പോലെ ജെൻഡർ, എല്ലാവരും നിയമത്തിന് മുമ്പിൽ ഈ പറഞ്ഞ പോലെ ഈക്വൽ ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈക്വാലിറ്റി ബിഫോർ ലോ. ദ ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ഓൾ പേഴ്സൺസ് ടു ദ ഓർഡിനറി ലോ ഓഫ് ലാൻഡ്, നോ പേഴ്സൺ ഈസ് എബോവ് ദ ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഈക്വാലിറ്റി ബിഫോർ ലോ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എന്ത് കൺസെപ്റ്റ് ആയിട്ട് മാറാറുണ്ട്, ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആയിട്ട് മാറാറുണ്ട്. കാരണം നമ്മളിപ്പോൾ പലപ്പോഴും തന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മിക്ക കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. കാരണം ഈക്വാലിറ്റി ബിഫോർ ലോ ഇപ്പം എന്താ നിങ്ങൾക്ക് പിടിയിട്ട് കാണും, ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യമായിട്ടുള്ള ആൾക്കാരാണ്. മീൻസ് ഈ പറഞ്ഞ പോലെ ഇറസ്പെക്റ്റീവ് അവരുടെ എന്ത് അവസ്ഥയിലായിക്കോട്ടെ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേറെ രീതിയിൽ ഈ പറഞ്ഞ മീൻസ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആവശ്യമായിട്ട് വരും. കാരണം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് ബോറോ ചെയ്തതാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബോറോ ചെയ്തിരിക്കുന്നതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഈ ഒരു ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ പറയുന്നത് ഒരേ സർക്കംസ്റ്റാൻസിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഒരേ നിയമപ്രകാരമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഈ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്തമായ സർക്കംസ്റ്റാൻസസിൽ നിൽക്കുന്ന ആളുകളെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ പറഞ്ഞ അൺഈക്വൽ ആയിട്ട് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, ഇവിടെ ബേസിക്കലി പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനെയാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ സർക്കാരൊക്കെ നൽകുന്ന ഈ പറഞ്ഞ പോലെ അഫർമേറ്റീവ് ആക്ഷൻസ്, റിസർവേഷൻസ് പോലെയുള്ള അഫർമേറ്റീവ് ആക്ഷൻസ്. ഇപ്പം നമ്മൾ പല ക്ലാസ്സുകളിൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റീസിന് ഈ പറഞ്ഞ പോലെ റിസർവേഷൻസ് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അതാണെങ്കിലും എംപ്ലോയ്മെന്റ് ഒക്കെ ആണെങ്കിലും റിസർവേഷൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫർമേറ്റീവ് ആക്ഷൻസ് ആണ്. ദീസ് ആർ കൈൻഡ് ഓഫ് പോസിറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് ആണ്. ഇവിടെ ഇത്തരത്തിൽ ഈ പറഞ്ഞ എന്തിനാണ് ഗവൺമെന്റോട് കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണ്ട് കാലങ്ങളിൽ ഡിസ്ക്രിമിനേഷൻസ് നേരിട്ട ആൾക്കാരായിരിക്കും, അവരുടെ അപ്ലിഫ്റ്റ്മെന്റിനാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കൺസെപ്റ്റ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം.
ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് ആയിട്ടാണ് പറയപ്പെടുന്നത്. കാരണം അവിടെ നമ്മളൊരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷന്റെ കാര്യം വരുന്നില്ല. ഇവിടെയാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ കൂടെയാണ് ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ വരുന്നത്. സോ ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റൻസസ് ബോത്ത് ഇൻ ദ പ്രിവിലേജസ് കൺഫേർഡ് ആൻഡ് ലൈബിലിറ്റീസ് ഇമ്പോസ്ഡ് ബൈ ദ ലോസ്. ദ സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് സെയിം ലോസ് ടു ഓൾ പേഴ്സൺ ഹു ആർ സിമിലർലി സിറ്റുവേറ്റഡ്. സിമിലർ സാഹചര്യങ്ങളുള്ള ആളുകൾക്ക് ഒരേ നിയമമായിരിക്കും, ഒരേപോലത്തെ നിയമമായിരിക്കും കൃത്യമായിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. സോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാനായിട്ടുള്ളതും. നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡീനൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്